Hi everyone, welcome back to Learning Planet. Learning Planetലേക്ക് എല്ലാവർക്കും സ്വാഗതം. Believe you can. You are halfway there. Believe you can. You are halfway there. നിങ്ങളിൽ വിശ്വസിക്കുക. നിങ്ങൾ പകുതി ദൂരം എത്തിയിരിക്കുന്നു. ലോകപ്രശസ്ത അമേരിക്കൻ പ്രസിഡന്റ് തിയോഡർ റൂസ്വെൽറ്റിൻ്റെ വാക്കുകളാണ് ഇവ. നമുക്ക് നമ്മുടെ ക്ലാസ്സുകളിലേക്ക് കടക്കാം. നമുക്ക് ഇന്നത്തെ ക്ലാസ്സുകൾ ആരംഭിക്കാം. നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തൃപ്തികരമെങ്കിൽ നിങ്ങളതിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഈ ക്ലാസ്സുകളെല്ലാം ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് ആരംഭിക്കാം. നമുക്ക് സംസാരിക്കാൻ തുടങ്ങുമ്പം നമുക്ക് വളരെ അത്യാവശ്യം വേണ്ട പദങ്ങളാണിവ. കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് പദങ്ങൾ നിങ്ങൾക്ക് ബോർഡിലെഴുതി ഇട്ട് തന്ന് അത് വിശദീകരിച്ചിരുന്നു. ഇനി അതുപോലെ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന മറ്റ് ചില പദങ്ങളാണ് ഇവയെല്ലാം നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ്സ് എന്നാണ് പറയുക. ചോദ്യങ്ങളുണ്ടാക്കാൻ നമുക്ക് വളരെ അത്യാവശ്യമുള്ള, ഇതുവരെ പഠിച്ച പതിവ് കാര്യങ്ങൾ, കഴിഞ്ഞവ, സംഭവിക്കുന്നവ, ഇനി സംഭവിക്കാനിരിക്കുന്നവ, അതുപോലെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇങ്ങനെയുള്ളതെല്ലാം നമ്മൾ ചോദ്യത്തിൽ ഉൾപ്പെടുത്തുന്നു. അപ്പോൾ അത്തരം ചോദ്യങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ വേർഡ്സ്, മലയാളത്തിൽ വേണമെങ്കിൽ ഇതിന് നമുക്ക് ചോദ്യ വാക്കുകൾ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഓരോന്നും നമുക്ക് പരിശോധിക്കാം. വാട്ട്, എന്ത് എന്ന് എപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട്. ഇതെന്താണ്? അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താകുന്നു എന്നാണ് ചോദിക്കുന്നതെങ്കിൽ വാട്ട് ഈസ് ഇറ്റ് ഓർ വാട്ട് ഈസ് ദിസ്. വാട്ട് ഈസ് ദിസ് ഓർ വാട്ട് ഈസ് ഇറ്റ്. നമ്മളൊരു സാധനം കയ്യിലെടുത്തിട്ട് ഇതെന്താണെന്ന് മനസ്സിലാവാത്ത, നമ്മൾ കണ്ടുപരിചയമില്ലാത്തൊരു വസ്തുവാണെങ്കിൽ വാട്ട് ഈസ് ഇറ്റ് ആക്ച്വലി വാട്ട് ഈസ് ഇറ്റ്, യഥാർത്ഥത്തിൽ ഇതെന്താണ്, ടെൽ മീ വാട്ട് ഈസ് ഇറ്റ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എന്ത്, നമ്മൾ പൊതുവേ നമ്മൾ കേട്ടിട്ടുള്ള എന്താണ്, വാട്ട്സ് യുവർ നെയിം, വാട്ട് ഈസ് യുവർ നെയിം, നിൻ്റെ പേര് എന്താകുന്നു. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് ഒബ്ജക്റ്റ്, ഈ വസ്തുവിൻ്റെ പേരെന്താണ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് സബ്സ്റ്റൻസ്, ഈ പദാർത്ഥത്തിൻ്റെ പേരെന്താണ്. വാട്ട് എന്നതിന് ശേഷം ഈസി ചേർക്കും, എന്താകുന്നു. ഒരെണ്ണമാകുമ്പോഴാണ് അങ്ങനെ പറയുക. അപ്പോൾ അങ്ങനെ വാട്ട് ആർ ദ നെയിംസ് ഓഫ് ദീസ് തിങ്സ്, വാട്ട് ആർ ദ നെയിംസ് ഓഫ് ദീസ് തിങ്സ്, ഈ വസ്തുക്കളുടെ പേരെന്താണ്. വാട്ട് ആർ ദ നെയിംസ് ഓഫ് ദീസ് ഫുഡ് ഐറ്റംസ്, ഈ ഭക്ഷ്യവസ്തുക്കളുടെ പേരുകൾ എന്താണ്. ലോകത്തുള്ള എല്ലാ ഭക്ഷണ സാധനങ്ങളുടെയും പേര് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഫുഡ് എക്സിബിഷന് പോയി എന്ന് വിചാരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് പറയും, വാട്ട് ചേർത്തിട്ട് പറയും എന്താകുന്നു. അപ്പോൾ ആകുന്നു എന്ന് പറഞ്ഞാൽ ഒരു വസ്തു ആകുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈസ് ചേർക്കുക. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദീസ് ഫുഡ് ഐറ്റം, വാട്ട് ആർ ദ നെയിംസ് ഓഫ് ദീസ് ഫുഡ് ഐറ്റംസ്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ വാട്ടിൻ്റെ കൂടെ നമുക്കങ്ങനെ എക്സാമ്പിൾസ് ബോർഡിൽ നമുക്ക് ചെയ്ത് നോക്കാം. രണ്ടാമത് വെൻ, എപ്പോഴെന്ന് അർത്ഥം കിട്ടുന്ന എല്ലാ കാര്യങ്ങളും. അപ്പോൾ നോക്കാം, എപ്പോഴാണ് ട്രെയിൻ, വെൻ ഈസ് ദ ട്രെയിൻ, എപ്പോഴാകുന്നു, ആകുന്നു എന്നുള്ളത് ഈസ് ചേർക്കുക. ഒരെണ്ണമാണെങ്കിൽ ഈസ് ചേർക്കുക. വെൻ ഈസ് ദ ട്രെയിൻ, വെൻ ഈസ് ദ ട്രെയിൻ. എപ്പോഴാണ് ബസ് എന്നപ്പോൾ എന്ന് പറയും, വെൻ ഈസ് ദ ബസ്, എക്സ്ക്യൂസ് മീ, വെൻ ഈസ് ദ നെക്സ്റ്റ് ബസ്, എപ്പോഴാണ് അടുത്ത ബസ്. മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. എപ്പോഴാണ് നിങ്ങളുടെ ജന്മദിനം, ബർത്ത്ഡേ എന്നാണ്. എങ്ങനെ പറയും, നിൻ്റെ ജന്മദിനം എപ്പോഴാണ്, വെൻ ഈസ് യുവർ ബർത്ത്ഡേ. നിൻ്റെ അടുത്ത ജന്മദിനം എപ്പോഴാണ്, വെൻ ഈസ് യുവർ നെക്സ്റ്റ് ബർത്ത്ഡേ. അല്ലാതെ മറ്റു രീതികളിലൊക്കെ നമുക്കിത് പറയാം. അപ്പം നമുക്ക് ഏറ്റവും ഷോർട്ട് കട്ടിലൂടെ ബിഗിനേഴ്സിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത്. നമ്മൾ ലെവൽ കൂടുമ്പോൾ അതിനനുസരിച്ചുള്ള ചോദ്യങ്ങളെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ എവിടെയാകുന്നു. അപ്പോൾ നീ എവിടെയാകുന്നു എന്ന് നമുക്ക് ചോദിക്കണം. അപ്പോൾ വേർ, നീ എന്നതിന് യു എന്നാണ് പറയാം. ആകുന്നു എന്നുള്ളതിന് ആമും ഈസും ആറുമാണ് ഓക്സിലറീസ് ഉപയോഗിക്കാം. അപ്പോൾ നീ എന്നതിൽ എപ്പോഴും ആറാ ചേരുക. അപ്പോൾ വേർ ആർ യു, നീ ഇപ്പോഴെവിടെയാണ്, വേർ ആർ യു നൗ. മനസ്സിലായല്ലോ. അപ്പോൾ ആ രീതിയിലാണ് പറയുക. ഇനി വൈ, ഒരു കാരണമാണ് നമുക്ക് ഉത്തരമായിട്ട് കിട്ടേണ്ടത്. അപ്പോൾ നോക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് പറയാം, വൈ ആർ യു ലേറ്റ്, വൈ ആർ യു ലേറ്റ്, നീ എന്തുകൊണ്ടാണ് വൈകുന്നത്. വൈ ആർ യു ലേറ്റ്, ഉത്തരങ്ങൾ നമുക്ക് പിന്നീട് ചെക്ക് ചെയ്യാം. വൈ ആർ യു, അവൻ എന്തുകൊണ്ടാണ് വൈകുന്നത്. വൈ ഈസ് ഹി ലേറ്റ്, വൈ ഈസ് ഹി ലേറ്റ്, വൈ ഈസ് ഹി ലേറ്റ്. അപ്പോൾ അങ്ങനെ പറയാം. ഇനി അപ്പോൾ എന്തുകൊണ്ട് എന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നീ വൈകി വരുന്നത് പറയുമ്പോൾ ഈസൊന്നും വേണ്ട. നമ്മൾ പതിവായി കാര്യങ്ങൾ പറയുന്നതിൽ ചോദ്യങ്ങൾ വരുമ്പോൾ എന്ത് പറയും, ഡൂൺ ഡസ്റ്റും ചേർത്താൽ പറയാം. വൈ ഡു യു കം ലേറ്റ്, നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ വൈകി വരുന്നത്. അപ്പോൾ അയാൾ സ്ഥിരമായിട്ട് വൈകി വരുന്നുണ്ടാവും. നീ എന്തുകൊണ്ട് വൈകി വന്നു, വൈ ഡിഡ് യു കം ലേറ്റ്,
വൈ ഡിഡ് യു കം ലേറ്റ്. അപ്പോൾ അങ്ങനെയൊക്കെ പറയാം. ഇനി വിച്ച്, ഏത്, നിങ്ങളൊരു കാര്യം സെലക്ട് ചെയ്യുമ്പോൾ, ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ വിച്ച് ചേർത്തിട്ടാണ് പറയുക. ഏത് സ്കൂളിലാണ് നീ പഠിക്കുന്നത്? അപ്പോൾ ഇൻ വിച്ച് സ്കൂൾ, വിച്ച് സ്കൂളെന്നും ഇൻ വിച്ച് സ്കൂൾ ഡു യു സ്റ്റഡി, ഇൻ വിച്ച് സ്കൂൾ ഡു യു സ്റ്റഡി. ഏത് സ്കൂളിലാണ് പഠിച്ചത്? ഇൻ വിച്ച് സ്കൂൾ ഡിഡ് യു സ്റ്റഡി. ഇനി നീ ഏത് സ്കൂളിൽ പഠിക്കും? ഇൻ വിച്ച് സ്കൂൾ വിൽ യു സ്റ്റഡി. അടുത്തത് ഹൂ, ആര്. നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട് ആരാണ് നീ. ഹൂ ആർ യു. യു വന്നതുകൊണ്ടാണ് ആറ് വരുന്നത്. അവൻ ആരാണ്? ഹൂ ഈസ് ഹീ, ഹൂ ഈസ് ഹീ. ഈ കുട്ടി ആരാണ്? ഹൂ ഈസ് ദിസ് ചൈൽഡ്. നിൻ്റെ കൂടെയുള്ള കുട്ടി ആരാണ്? ഹൂ ഈസ് ദിസ് ചൈൽഡ് വിത്ത് യു, ഹൂ ഈസ് ദിസ് ചൈൽഡ് വിത്ത് യു. അതുപോലെ നമ്മൾ പലപ്പോഴും നമ്മുടെ കൂടെയുള്ള ഗൈ ആരാണെന്നാണ് പറയുക അല്ലേ. ഹൂ ഈസ് ദിസ് ഗൈ വിത്ത് യു, ഹൂ ഈസ് ദിസ് പേഴ്സൺ വിത്ത് യു. അപ്പോൾ നമ്മൾ പറയും മീറ്റ് മൈ ഫ്രണ്ട്, മീറ്റ് മൈ ടീച്ചർ. ഇങ്ങനെ മീറ്റ് ചെയ്യാൻ പറയും, പരിചയപ്പെടാൻ പറയും അല്ലേ. അപ്പോൾ ഹായ്, ഹലോ, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. അടുത്തത് ഹും, ആരെ. ആരെയാണ്, ആരെയാണ്, ആരെയാണ് നിങ്ങൾ കാത്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പം നമ്മളിപ്പോൾ അറ്റ് പ്രസൻറ്റ് ആരെയാണ് കാത്തുകൊണ്ടിരിക്കുന്നത്? ഹും ആർ യു വെയിറ്റിംഗ് ഫോർ, ഹും ആർ യു വെയിറ്റിംഗ് ഫോർ. റെയിൽവേ സ്റ്റേഷനിൽ വളരെ ഈഗറായിട്ട് ഒരാൾ വെയിറ്റ് ചെയ്യുന്നു. എ പേഴ്സൺ ഹു ഈസ് ഈഗർലി വെയിറ്റിംഗ് ഫോർ സമൺ. സോ ദെൻ വി ആസ്ക് ആക്ച്വലി ഹും ആർ യു വെയിറ്റിംഗ് ഫോർ, ഹും ആർ യു വെയിറ്റിംഗ് ഫോർ. സോ ഐ എം വെയിറ്റിംഗ് ഫോർ മൈ സീനിയർ ഒഫീഷ്യൽ. ഞാൻ എൻ്റെ സീനിയറായ ഒഫീഷ്യലിനെ കാത്തു നിൽക്കുകയാണ്. ഐ എം വെയിറ്റിംഗ് ഫോർ, ഹി ഈസ് കമ്മിങ് ബൈ ദിസ് ട്രെയിൻ. ഐ എം വെയിറ്റിംഗ് ഫോർ മൈ സീനിയർ ഒഫീഷ്യൽ. ഐ എം വെയിറ്റിംഗ് ഫോർ മൈ ബോസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ആരെ എന്ന് പറയുമ്പം നിങ്ങൾക്ക് ആരെയാണ് മീറ്റ് ചെയ്യേണ്ടത്? ഹും ഡു യു വാണ്ട് ടു മീറ്റ്, ഹും ഡു യു വാണ്ട് ടു മീറ്റ്. നിങ്ങൾ ആരെയാണ് ഇന്നലെ മീറ്റ് ചെയ്തത്? ഹും ഡിഡ് യു മീറ്റ്, ഹും ഡിഡ് യു മീറ്റ് യെസ്റ്റർഡേ. ഓക്കെ, ഇനി ഹൂസ്, ആരുടെ. സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് നമ്മൾ പോകുമ്പം നമുക്ക് ചിലപ്പോൾ ആരുടെയും മൊബൈലൊക്കെ അവിടെ വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ബാഗ് വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ കീ വന്നിട്ടുണ്ടാവും. അതായത് ടേബിളിൻ്റെ പുറത്ത് ഇതൊക്കെ അങ്ങനെ ആളുകൾ മറന്നു വെച്ച് പോയിട്ടുണ്ടാവും. അപ്പോൾ ഇത് ആരുടെ മൊബൈൽ ഫോണാണ്? ആരുടെ എന്ന് ചോദിക്കുമ്പോൾ നോക്കൂ, ഹൂസ്. ഹൂസ് മൊബൈൽ ഫോൺ ഈസ് ദിസ്. എക്സ്ക്യൂസ് മീ, ഹൂസ് മൊബൈൽ ഫോൺ ഈസ് ദിസ്. ആരുടെ മൊബൈൽ ഫോണാണിത്? അപ്പോൾ നമ്മളെന്ത് പറയും? അപ്പോൾ ആൾ ചിലപ്പോൾ ഒരു ക്ഷമയൊക്കെ പറഞ്ഞിട്ട് വരും. സോറി, ദാറ്റ്സ് മൈ മൊബൈൽ ഫോൺ, ദാറ്റ്സ് മൈ മൊബൈൽ ഫോൺ, ദാറ്റ് ഈസ് മൈ മൊബൈൽ ഫോൺ. ഹൂസ് ബാഗ് ഈസ് ദിസ്. ഇത് ആരുടെ ബാഗാണ്? ആരുടെ ബാഗാണ്? ആരുടെ ചാവിയാണ്? ഹൂസ് കീ ഈസ് ദിസ്, ഹൂസ് കീ ഈസ് ദിസ്. അപ്പോൾ ഹൂസ് എന്ന് പറഞ്ഞാൽ ആരുടെ. അപ്പോൾ അതിൻ്റെ കൂടെ എന്താണ് നമ്മൾ എടുത്ത് പറയുന്നത് അത് പറയണം. മനസ്സിലായല്ലോ? അപ്പോൾ അങ്ങനെ ഹൂസ്. ഇപ്പോൾ ഒരു കാറ് പാർക്കിംഗ് സോണിലല്ല നിർത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഹൂസ് കാർ ഈസ് ദിസ്, ഹൂസ് കാർ ഈസ് ദിസ്. അപ്പോൾ അങ്ങനെ പറയാം. അപ്പോൾ സോറി, ദാറ്റ്സ് മൈ കാർ, എനി പ്രോബ്ലം? അപ്പോൾ അത് പ്ലീസ് പാർക്ക് യുവർ കാർ ദേർ, നോട്ട് ഹിയർ. അപ്പോൾ അങ്ങനെയൊക്കെ ചിലപ്പോൾ പറയും, പ്ലീസ് പാർക്ക് യുവർ കാർ ദേർ. അവിടെയാണ് നിങ്ങൾ പാർക്ക് ചെയ്യുന്നത്. അങ്ങനെ പാർക്ക് ചെയ്താലും അങ്ങനെയൊക്കെ നമുക്ക് വിനയത്തോടെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി ഇതെല്ലാം നമുക്ക് എക്സാമ്പിൾസ് ചെയ്യാം. ഞാൻ എഴുതാം, അതിനുശേഷം നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാൻ കഴിയുന്നുണ്ടോ നോക്കാം. ഓക്കെ, താങ്ക് യു. ഇനി നമുക്ക് ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. ഞാൻ പറയാം. വാട്ട് ദ നെയിം ഓഫ് ദിസ് സിറ്റി. എന്താണ് ഈ സിറ്റിയുടെ പേര്? എന്താകുന്നു? നമ്മളിപ്പോൾ ഒരു യാത്ര പോകുമ്പോൾ എല്ലാ സിറ്റിയുടെയും പേരൊന്നും അറിയില്ല. അപ്പം നമ്മളിവിടെ എന്താകുന്നു, നെയിം ഓഫ് ദിസ് സിറ്റി. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്നു? ആകുന്നു എന്നാകുമ്പോൾ വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് സിറ്റി, വാട്ട് ഇസ് ദ നെയിം ഓഫ് ദിസ് സിറ്റി. നമ്മൾ യാത്രയിൽ ഈ സ്ഥലത്തിൻ്റെ പേരെന്താണെന്ന് ചോദിക്കൂലേ? വാട്ട് ഇസ് ദ നെയിം ഓഫ് ദിസ് പ്ലേസ്. അതുപോലെ അടുത്ത ബസ് എപ്പോഴാകുന്നു, എപ്പോഴെന്നാണ്. അപ്പോൾ എന്ത് ചോദിക്കും? വെൻ ഈസ് ദ നെക്സ്റ്റ് ബസ്. അപ്പോൾ അടുത്ത ട്രെയിൻ എപ്പോഴാണ്? വെൻ ഈസ് ദ നെക്സ്റ്റ് ട്രെയിൻ, വെൻ ഈസ് ദ നെക്സ്റ്റ് ട്രെയിൻ. അപ്പോൾ എപ്പോഴാണ് അടുത്ത ബസ്? അത് കിട്ടി. ഇനി അടുത്തത്, എവിടെയാണ് നിൻ്റെ ബ്രദർ? അപ്പോൾ ഈസ്. ബ്രദർ ഒരാളെ ഉള്ളൂ, അതുകൊണ്ട് വേർ ഈസ് യുവർ ബ്രദർ. ബ്രദേഴ്സ് ആണെങ്കിൽ വേർ ആർ യുവർ ബ്രദേഴ്സ്. സഹോദരന്മാരൊക്കെ എവിടെയാകുന്നു? ചിലർ പുറത്താണ്, അങ്ങനെയൊക്കെ പറയുമല്ലോ. ദേ ആർ അബ്രോഡ്, ദേ ആർ വോക്കിംഗ് അബ്രോഡ് എന്നൊക്കെ പറയും നമ്മൾ. ഇനി അടുത്തത്, നീ ഇപ്പം എവിടെയാകുന്നു? ഇപ്പം എവിടെയാകുന്നു? അപ്പോൾ നോക്കാം, യു എന്നാണ് വന്നത്. വേർ ആർ യു നൗ, വേർ ആർ യു നൗ. അവനിപ്പോൾ എവിടെയാകുന്നു? വേർ ഈസ് ഹി നൗ. അവളിപ്പോൾ എവിടെയാകുന്നു? വേർ ഈസ് ഷീ നൗ. റാണി ഇപ്പോൾ എവിടെയാകുന്നു? വേർ ഈസ് റാണി നൗ. ഓക്കെ, ഇനി വൈ എന്നാണ് നമ്മൾ പറയുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കം ലേറ്റ്. ഇവിടെ നമ്മൾ കം എന്ന ഒരു വെർബ്, വരിക,
എന്ന ഒരു വാക്ക്. അത് പതിവായിട്ട് എന്താ വൈകി വരുന്നത് എന്നൊരർത്ഥത്തിലായിരിക്കും ഇത് വരിക. അപ്പോൾ നമുക്ക് പ്രസൻറ്റിൽ ചോദിക്കാം. അപ്പോൾ നോക്കാം, എന്തുകൊണ്ടാണ് രാജു വൈകി വരുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് രാജു വൈകി വന്നു എന്നും ചോദിക്കാം. എല്ലാ ടെൻസുകളിലേക്കും ചോദിക്കാം. നമുക്കിപ്പോൾ പ്രസൻറ്റിൽ ചോദിക്കാം. അപ്പോൾ നോക്കാം, വൈ ഡസ് രാജു കം ലേറ്റ്. വൈ ഡസ് ഒരാളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ വൈ ഡിഡ് എന്നും ചോദിക്കാം. വൈ ഡിഡ് രാജു കം ലേറ്റ്, എന്തുകൊണ്ട് വൈകി വന്നു. വൈ ഈസ് രാജു കമ്മിങ് ലേറ്റ്, ഇവിടെ ING വേണ്ടി വരും. അപ്പോൾ ചോദ്യങ്ങൾ നമ്മൾ ആക്യുറേറ്റ് ആയിട്ട് പറയുന്നത് കൊണ്ടാണ്. സംസാരിക്കുമ്പോഴുള്ള തെറ്റുകൾ പ്രശ്നമല്ല, പക്ഷെ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുക. പറയുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന തെറ്റുകൾ സ്വാഭാവികം, നമുക്കത് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. സോ വൈ ഡസ് രാജു കം ലേറ്റ്, വൈ ഡസ് രാജു കം ലേറ്റ്. ഇനി ഏത് പത്രമാണ് നിങ്ങൾ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കാം. വിച്ച് ന്യൂസ് പേപ്പർ ആർ യു റീഡിങ് നൗ, വിച്ച് ന്യൂസ് പേപ്പർ ആർ യു റീഡിങ് നൗ. ഏത് പത്രമാണ്. അപ്പോൾ ഐ ആം റീഡിങ് ദ ഇന്ത്യൻ എക്സ്പ്രസ്, ഐ ആം റീഡിങ് ദ ഡെക്കാൻ ഹെറാൾഡ്. ഇങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും. വിച്ച് ന്യൂസ് പേപ്പർ ആർ യു റീഡിങ് നൗ. ഇപ്പം നീ ഏത് പത്രമാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏതെങ്കിലും പത്രങ്ങൾ വായിക്കുന്ന ഒരാളോട് ചോദിക്കുന്നു. ഓക്കെ, ഇനി ആരാണ് ഈ വ്യക്തി. ഗൈ എന്ന് നിങ്ങൾ എപ്പോഴും കേൾക്കാറുണ്ട് അല്ലേ, ഹായ് ഗൈസ് എന്നൊക്കെ പറയില്ലേ. വ്യക്തി, ഹൂ ഈസ് ദിസ് ഗൈ, ആരാകുന്നു. ഹൂ ഈസ് ദിസ് ഗൈ. ഓക്കെ, അപ്പോൾ ആ സ്വാഭാവികമായിട്ട് ഹൂ ഈസ് ദിസ് ഗൈ. ഓ സോറി, ദിസ് ഈസ് മൈ ഫ്രണ്ട്, ക്ലോസ് ഫ്രണ്ട്, മീറ്റ് മൈ ഫ്രണ്ട് ഷാജി. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പരിചയപ്പെടുത്തി കൊടുക്കും അല്ലേ. ഐ എം സോറി, ഇറ്റ്സ് മൈ ഫ്രണ്ട്, ഈസ് മൈ ഫ്രണ്ട്, ക്ലോസ് ഫ്രണ്ട്, മൈ ക്ലാസ്മേറ്റ്, ബെഞ്ച് മേറ്റ്, അങ്ങനെയൊക്കെ പറഞ്ഞ് വിശദീകരിക്കും. അപ്പോൾ അവിടെ നിൽക്കട്ടെ. അടുത്തത്, നിങ്ങൾ ആരെയാണ് കാത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തുടരുന്ന കാര്യമാണ് പറയുന്നത്. വെയിറ്റിംഗ് എന്ന് കണ്ടപ്പോൾ നമുക്ക് അങ്ങനെ ചിന്തിക്കാം. സോ ഹും ആർ യു വെയിറ്റിംഗ് ഫോർ, ഹും ആർ യു വെയിറ്റിംഗ് ഫോർ. നിങ്ങൾ ആരെയാണ് കാത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലെ പറയാം, ഐ ആം വെയിറ്റിംഗ് ഫോർ മൈ സിസ്റ്റർ, ഷീ ഈസ് കമ്മിങ് ബൈ നെക്സ്റ്റ് ട്രെയിൻ, ഷീ ഈസ് കമ്മിങ് ബൈ നേത്രാവതി എക്സ്പ്രസ്. ഇങ്ങനെ ഏതിലാണോ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. സോ ഹും ആർ യു വെയിറ്റിംഗ് ഫോർ. ഐ ആം വെയിറ്റിംഗ് ഫോർ മൈ സിസ്റ്റർ, ഐ ആം വെയിറ്റിംഗ്. ആ യു എന്നത് നമ്മൾ ഉത്തരത്തിലേക്ക് വന്നപ്പോൾ ഐ ആയി. ചിലപ്പോൾ വി എന്നും പറയാം. ഞങ്ങൾ കുറേ പേര് അവിടെയാണ് ചോദിക്കുന്നതെങ്കിൽ അങ്ങനെയും ചോദിക്കാം. ഇനി അടുത്തത്, ആരുടെ മൊബൈൽ ഫോൺ ആകുന്നു. നമ്മളെ കയ്യിലൊരു ഫോൺ കിട്ടി. സോ ഐ ഗോട്ട് എ മൊബൈൽ ഫോൺ ആൻഡ് ഹൂസ് മൊബൈൽ ഫോൺ ഈസ് ദിസ്, ഹൂസ് മൊബൈൽ ഫോൺ ഈസ് ദിസ്. ഇതാരുടെ മൊബൈൽ ഫോണാണ്. ഹൂസ് മൊബൈൽ ഫോൺ ഈസ് ദിസ്. സോ ഐ ഗോട്ട് എ മൊബൈൽ ഫോൺ ഫ്രം ദ ഹാൾ ആൻഡ് ഹൂസ് മൊബൈൽ ഫോൺ ഈസ് ദിസ്. അപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരാൾ തന്നെ അദ്ദേഹത്തിൻ്റെ ബാഗൊക്കെ നോക്കിയിട്ട് പറയും, ഓ സോറി, ദാറ്റ്സ് മൈ മൊബൈൽ ഫോൺ. അപ്പോൾ നിങ്ങളിതുപോലെ വർക്കൗട്ട് ചെയ്യുക. വേറെ ഇവിടെ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ സ്ഥലത്തിൻ്റെ പേരെന്താകുന്നോ അങ്ങനെയുള്ളതെല്ലാം ചെയ്തു നോക്കുക. എക്സാമ്പിൾസൊക്കെ എഴുതി പഠിക്കുക. നമ്മളിന്ന് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ എക്സാമ്പിൾസ് എല്ലാം നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ഒരു നോട്ട്ബുക്കിലൊക്കെ എഴുതി ഓരോ ഉദാഹരണങ്ങളും നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് ആളുകളുടെ പേരും സാഹചര്യങ്ങളും ഒക്കെ മാറ്റിയിട്ട് എഴുതി നോക്കുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങളായിട്ട് എഴുതി അറിയിക്കുക. നമുക്ക് വീണ്ടും കാണാം കൂടുതൽ കണ്ടൻറ്റുമായിട്ട് അടുത്ത ക്ലാസ്സിൽ. താങ്ക്